നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് തോരനാണ് കേട്ടോ. കാബേജ് ഈ കാണുന്ന വലുപ്പത്തിൽ കുനുകുനാ അരിഞ്ഞു വയ്ക്കുന്നു. ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. കൂടെ ഒരു ക്യാരറ്റ് കഷ്ണം ഉണ്ടായത് ഞാൻ ചിരണ്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഭംഗിയുമായി അതിൻ്റെ വിറ്റാമിനും നമുക്ക് ലഭിച്ചു. ഇതൊക്കെ കൂടി ചേർത്തതിന് ശേഷം നന്നായി കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കുക. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുകും ഉഴുന്നു പരിപ്പും ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ നേരത്തെ ഞെരടി വെച്ചിരിക്കുന്ന കാബേജ് തോരൻ്റെ എല്ലാ കൂട്ടും അതിലേക്ക് ചേർക്കുന്നു. നന്നായി ഇളക്കിയ ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് മൂടി വെക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് ഞാനൊരു 1/4 കഷ്ണം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ചേർക്കുന്നു. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 1 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈ തേങ്ങയുടെ അംശം എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയാണ്. ഇനി അടപ്പൊന്ന് മാറ്റി നോക്കൂ. രുചിയൂറുന്ന കാബേജ് തോരൻ റെഡിയായി. എന്താ ഒരു മണം! വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.